ദൈവം സഹായം ചെയ്യും. എന്നാൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ മടിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ, ഞാൻ പ്രാർത്ഥിക്കണമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ കണ്ണീരോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ വേദനകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ, യേശുവിൻ്റെ സന്നിധിയിൽ ഒന്ന് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ കടബാധ്യതയായിക്കൊള്ളട്ടെ, കുടുംബത്തിലെ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, ഏത് വലിയ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. കണ്ണീരോടുകൂടി മുട്ടുകുത്തി ഒന്ന് നിങ്ങൾ രഹസ്യത്തിൽ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവിന് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കണ്ടിൽ നടിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്ക് ഉത്തരം ദൈവം തരും, യേശു തരും. യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളാണ് ഞങ്ങളെ ഇപ്രകാരം ഇവിടെ കൊണ്ടെത്തിച്ചത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ അത്ഭുതങ്ങൾ കൊണ്ടാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും ഇവിടെ നിന്ന് നിങ്ങളോട് പറയാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ നമ്മളിനി ഒരുപക്ഷെ കണ്ടില്ലെന്ന് വരാം. പക്ഷേ ഞങ്ങളുടെ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങളോട് ഈ ഒരു കാര്യം പറയുവാനാണ്, പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരും. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ അത്ഭുതങ്ങളെ ചൊരിയും. കാരണം യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും ദൈവമാണ്. യേശു സകല മനുഷ്യർക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് നമ്മുടെ ശാപങ്ങളും പാപങ്ങളും സകലതും യേശു ഏറ്റെടുത്തിരിക്കുന്നു. യേശു മരിച്ച് മണ്ണടിഞ്ഞില്ല. അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ വീണ്ടും വരും. അവൻ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്നവനാണ്. സകല ചരാചരങ്ങളുടെ മേൽ ശക്തനാണ്. എന്തും ചെയ്യുവാൻ സാധിക്കുന്നവൻ. അസാധ്യമായ ഒന്നുമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഒരു പേപ്പറിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങൾക്ക് എന്താണോ ആവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വിഷമങ്ങൾ എന്താണോ അത് പേപ്പറിലേക്ക് എഴുതി വെക്കുക. സാമ്പത്തികമായ ബുദ്ധിമുട്ടാണോ, കുടുംബ പ്രശ്നങ്ങളാണോ, മക്കളാണോ, എന്താണ് നിങ്ങളുടെ വിഷയം, അത് പേപ്പറിലേക്ക് ഒന്ന് പകർത്തി എഴുതുക. എന്നിട്ട് ഇങ്ങനെ എഴുതുക: എൻ്റെ യേശു എൻ്റെ സകല ആവശ്യങ്ങളെക്കാൾ മതിയായവൻ, എൻ്റെ യേശു എൻ്റെ ഈ ആവശ്യം നിറവേറ്റി തരുവാൻ മതിയായവൻ എന്ന് എഴുതി വെക്കുക. നിങ്ങൾ ഈ പേപ്പർ എപ്പോഴും എടുത്ത് വായിക്കുക. നിങ്ങൾ പറയുക: എൻ്റെ യേശു എന്നെ സഹായിക്കും, എന്നെ സഹായിക്കാതിരിക്കുകയില്ല, എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ലെന്ന് ആവർത്തിച്ച് പറയുക. യേശു എനിക്കായി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം കാണാൻ സാധിക്കും. ഒരിക്കലും നടക്കില്ലെന്ന് നിങ്ങൾ വിചാരിച്ചവ നിങ്ങളുടെ ജീവിതം നടക്കും. യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. അതുകൊണ്ട് അവൻ അത്ഭുതങ്ങളുടെ ദൈവം, അവൻ അത്ഭുതങ്ങളുടെ രാജാവാണ്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല, അവനെല്ലാം സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, നമ്മൾ എത്ര ആഗ്രഹിച്ചത് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ, ഒരുപക്ഷെ ചില വ്യക്തികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, പലരും ആത്മഹത്യ ചെയ്യുന്നു. കാരണം അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചത് നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെ അവരുടെ ജീവിതത്തിൽ ലഭിച്ചത് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ ആത്മഹത്യയിലല്ല അഭയം പ്രാപിക്കേണ്ടത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി, യേശുവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി യേശുവിനോട് പറയുക: യേശുവേ, ഞാനൊരു വിഷയത്തിലാണ്, പ്രശ്നത്തിലാണ്, എന്നെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ പലപ്പോഴും പലരും ഇങ്ങനെ പ്രാർത്ഥിക്കാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട്, മദ്യത്തിൽ ആശ്രയം കണ്ടെത്തിക്കൊണ്ട് ജീവിതം തള്ളി നീക്കുകയാണ്. പുകവലിയിലും മദ്യപാനത്തിലും ആശ്രയം കണ്ടെത്തിക്കൊണ്ട് തൻ്റെ വിഷമങ്ങളെ കടിച്ചമർത്തുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: ഒരു വാക്ക് മതി നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ. ഒരേ ഒരു വാക്ക് മതി: എൻ്റെ യേശുവേ, എന്നെ രക്ഷിക്കണമേ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത്ഭുതം ചെയ്യുമോ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയോടെ, കണ്ണീരോടുകൂടി, വിഷമത്തോടു കൂടി എൻ്റെ യേശുവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതം സംഭവിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവിന് നമ്മുടെ കണ്ണീര് കാണാതിരിക്കാൻ കണ്ടിരിക്കും, നമ്മളെ സഹായിച്ചിരിക്കും. ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ നിങ്ങൾ ഇപ്രകാരം ചെയ്തു നോക്കുവിൻ. നിങ്ങളുടെ വിഷയങ്ങൾ എന്തുമാകട്ടെ, ഒരു പേപ്പറിലേക്ക് അത് എഴുതിക്കൊണ്ട്
എൻ്റെ യേശു എനിക്ക് സകലത്തിനും മതിയായവനെന്ന് എഴുതുക. നിങ്ങൾ നിരന്തരം എടുക്കുക, വായിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ വിഷയങ്ങൾ എന്തുമാകട്ടെ, ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഞങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവർ, ഈ ഒരു കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. യേശു ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇന്നും ജീവിക്കുന്നു. നമ്മൾ ഒരു ദിവസം നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെടും, നമ്മൾ മരിക്കും. മരണാനന്തരം നമുക്ക് ലഭിക്കാനിരിക്കുന്നത് ഒരു നിത്യതയുടെ ജീവിതമാണ്, അമർത്യമായ ഒരു ജീവിതം. അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായുള്ള കാര്യം മരണം മാത്രമാണ്. മരണം സുനിശ്ചിതമാണ് എല്ലാവർക്കും. അതിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ മരണം ഉയർപ്പിൻ്റെ ഒരു പ്രതീകമാണ്. നമ്മളെല്ലാവരും യാത്രയിലാണ്, എല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഒരു നിഴലാണ്. നമ്മൾ നിത്യതയിലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന യാത്ര എന്ന് പറയുന്നത് ഒരു നിഴൽ മാത്രമാണ്. യഥാർത്ഥ യാത്ര നമ്മൾ നിത്യതയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾക്കറിയാം, ഇപ്പോൾ ഓണത്തിൻ്റെ പരിപാടികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെപ്പോഴും സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നു. ഉത്സവങ്ങളും സന്തോഷവും എല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് സന്തോഷം നൽകുന്നതാണ്. എന്നാൽ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പമുള്ള ഒരു സന്തോഷമാണ്, ആത്മീയ സന്തോഷം. അവിടെ എത്തിച്ചേരുന്നത് മരണത്തിന് ശേഷം അമർത്യമായ ഒരു ജീവിതം, അമർത്യമായ ഒരു സന്തോഷം നമ്മൾ എത്തിപ്പെടുന്നത് ഈ യേശുവിലൂടെയാണ്. മരണാനന്തരം നമുക്ക് ലഭിക്കുന്ന നിത്യതയിലൂടെ മരണമില്ലാത്ത ഒരു അമർത്യനായി നമുക്ക് ജീവിക്കാൻ സാധിക്കും യേശുവിലൂടെ. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യത സ്വന്തമാക്കുവാൻ, നിത്യജീവിതം സ്വന്തമാക്കുവാൻ അവനിൽ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി.